ജഗതി ശ്രീകുമാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ സതീർത്ഥരാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് സിറ്റിയിലുള്ള കോളേജിലെ കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ആർട്ട് സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് ഞാനും ജഗതിയും കൂടെ സ്റ്റുഡൻസ് സെൻറ്ററിൽ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ഒരു ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം ആകപ്പാടെ വന്നത് ഞാനും ജഗതിയും മാത്രമേ ഉള്ളൂ. ജഗതി കുറച്ച് മോണമായിട്ട് കാണിച്ചു, ഞാൻ 2 പാട്ടും പാടി പിരിയുകയും ചെയ്തു. പിന്നെ സിനിമയിൽ വന്നിട്ടാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആകുന്നത്. അതായത് മദ്രാസിൽ പത്രപ്രവർത്തനമായിട്ട് ഞാൻ പോകുമ്പോഴും ജഗതി അവിടെ നിന്ന് നല്ല തിരക്ക് പിടിച്ച ഹാസ്യനടനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ സംവിധായകനായതിനു ശേഷം എൻ്റെ ആദ്യ സംരംഭമായ ഒരു കൊളാബറേഷൻ വിത്ത് ജഗതി അണിയാത്ത വളകളായിരുന്നു. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിൽ ജഗതിക്ക് ഞാൻ നല്ലൊരു വേഷമാണ് കൊടുത്തത്. വേഷം മാത്രമല്ല, അതിൻ്റെ കൂടെ യേശുദാസിൻ്റെ ശബ്ദവും ഞാൻ കൊടുത്തു. യേശുദാസിൻ്റെ ശബ്ദത്തിൽ ജഗതി ഒരുപക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ചത് ആ ചിത്രത്തിലാണ്. ഈ പാട്ടിനും ഒരു വൈകാരികമായ പശ്ചാത്തലമുണ്ട്. അത് കഴിഞ്ഞ് ജഗതി ദ ബിസിയസ്റ്റ് മാനായി. ജഗതിയുടെ ഓരോ മിനിറ്റിനും വിലയുള്ള സമയം ഞാൻ കണ്ടതാണ്. ഒരിക്കലും ഞാൻ ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോകുമ്പം ജഗതി ഉണ്ടായിരുന്നു. ചെന്ന് ഇറങ്ങിയപ്പം ഒരു 8-10 കാറാണ് വെയിറ്റ് ചെയ്യുന്നത് ജഗതിയെ ഡബ്ബിങ്ങിന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആൾക്കാർ ബഹളം ഉണ്ടാക്കി എൻ്റെ വണ്ടി കയറ് എന്ന് പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്ത് ജഗതി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരാളൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനം എടുക്കാൻ താമസം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പോയി എൻ്റെ ഫയൽസ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത്ര തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ജഗതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനൊരു ആക്സിഡൻറ്റിൽ ബുദ്ധിമുട്ടുണ്ടായി. ആ സമയത്ത് ഞാൻ ജഗതിയുടെ വീട്ടിൽ പോയി ജഗതിയെ കാണാൻ ചെന്നു. ജഗതി തലയാട്ടുന്നു. 1980 തോന്നുന്നു. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട്. നീ പാടുന്നു, ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഓർമ്മയുണ്ടോ? 4 വരി. പിരിയുന്ന കൈവഴികൾ ഒരുമിച്ചു ചേരുന്ന വഴിയമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ദീർഘനിശ്വാസം ഇടവേളയാകുക, ഇടറുന്ന കോലങ്ങൾ നമ്മൾ. ഇതു ജീവിതം, മണ്ണിലിതു ജീവിതം. യാദൃച്ഛികമാണെങ്കിലും ജീവിതത്തിൻ്റെ ഒരർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ 2 സ്നേഹിതന്മാരുടെ ഒരു അപൂർവ സംഗമമായിരുന്നു അത്. ജഗതിയെ പറ്റിയിട്ട് 2 വാക്കുകൂടെ ഞാൻ പറയുന്നു. അധികമാരും പറയാത്തതും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, മലയാള ഭാഷയെ വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും അറിഞ്ഞ് പെരുമാറിയിട്ടുള്ള ഒരാൾ ജഗതിയാണ്. ജഗതിയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ എണ്ണിപ്പറക്കി വയ്ക്കാവുന്ന വാക്കുകളെ എടുത്ത് അടുക്കും ചിട്ടയോടും കൂടി സംസാരിക്കുന്ന ഒരു പ്രസംഗകൻ എന്ന രീതിയിൽ ആരും ജഗതിയെ കണക്കിലെടുക്കാറില്ല. തമാശക്കാരനാണ്. അങ്ങനല്ല. ജഗതിക്ക് നല്ല ഭാഷാജ്ഞാനമുണ്ട്, സ്വാധീനമുണ്ട്. അത് വളരെ കോൺഫിഡൻ്റായിട്ടാണ് ജഗതി പ്രസംഗിക്കുമ്പം ഓരോ വാക്കും അരിച്ചു പെറുക്കിയെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഒരു തമാശക്കാരനായ നടനാണെങ്കിലും പുള്ളി ഒരു നല്ല ശരീരം സൂക്ഷിച്ച ആളാണ്. ഫിസിക്കലായിട്ട് ഹി വാസ് ഫിറ്റ്, എല്ലാം കൊണ്ടും. പിന്നെ അടുത്ത സംഗതി എന്ന് വെച്ചാൽ അർത്ഥം വെച്ച് വർത്തമാനം പറയുന്ന കാര്യത്തിലും ജഗതി ശ്രീകുമാരനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. എന്നോട് ചോദിച്ചവർ ആസ് ആൻ ആക്ടർ, എന്നോടൊരാൾ ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം അഭിനയിക്കുന്ന ഏത് നടനെയാണെന്ന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പേര് ജഗതിയുടെ പറയും. ഒരു സീൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സീനിൽ ഉള്ള വിഭവങ്ങൾ, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ എത്ര പ്ലേറ്റുണ്ട്, എത്ര സ്പൂണുണ്ട്, അത് നോക്കി അതിനെല്ലാം ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ സീന് ലൈഫ് കൊടുക്കാനായിട്ട് ജഗതിക്കൊരു പ്രത്യേക കഴിവുണ്ട്. അല്ലാതെ വെറുതെ ഡയലോഗ് പറഞ്ഞിട്ട് പോവുകയല്ല. അത് ഒരു കഴിവ് തന്നെയാണ്. എൻ്റെ മോഡുലേഷൻ്റെ കാര്യത്തിലും എല്ലാം ജഗതി കാണിക്കുന്ന ഒരു താല്പര്യം
എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ അതൊരു പറയേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. എത്രത്തോളം എനിക്കിവിടെ പറഞ്ഞ് കരിപ്പിക്കാമെന്ന് അറിഞ്ഞുകൂടാ. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു വിവാഹ വാർഷികം കൂടെ വന്നു അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ലാൽ ജോസ് ആ ഗ്രൂപ്പ് മൊത്തം ഉണ്ടായിരുന്നു. അപ്പം ഒരു ഗെറ്റ് ടുഗദറായിരുന്നു. അപ്പോൾ എൻ്റെ പേര് കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരുന്നു. ഇതാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ടൈമിങ് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ജഗതിയുടെ സംസാരത്തിൽ ഭയങ്കര ശബ്ദമായിരുന്നു. ജഗതിയുടെ സംസാരത്തിൽ ജഗതി പറഞ്ഞു, ബാലേന്ദ്രൻ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകും, ഭാര്യ ഇല്ലാതെങ്കിൽ എങ്ങും പോകാറില്ല, അതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം നോക്കാൻ വെച്ചിട്ട് പോയി മാറ്റിയപ്പോൾ ആരുടെ ബാലേന്ദ്രനാണെന്ന്. അപ്പോൾ വേണം, ഭാര്യ കൂടെ വേണമെന്നുള്ളതിന് അത് ജഗതിക്ക് എക്സ്റ്റംപോറായിട്ട് അപ്പം ജഗതിയുടെ വായിൽ വന്നൊരു തമാശയാണ്. ശരിക്കും ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് അങ്ങനെ ഒരു ചിന്തയൊന്നും ആർക്കും സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ല. പുള്ളി പെട്ടെന്ന് പറഞ്ഞാണ് ആ ഒന്ന് മാറ്റി നോക്കിയേ. മാറ്റിയാൽ പ്രശ്നമാണ്. പിന്നെ ആൾക്കാർ ചോദിക്കും ആരാണെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് പുള്ളി ഭാര്യയെ കൊണ്ട് നടക്കുന്നതെന്നാണ് ജഗതി ശ്രീകുമാർ അന്ന് കണ്ടത്. അപ്പോൾ ഇതൊരു അപൂർവമായിട്ടുള്ളൊരു സെൻസ് ഓഫ് ഹ്യൂമറാണ്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ പറയാനുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നന്ദി അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളിടത്താണ്. നമുക്ക് എല്ലാവർക്കും അതിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇതൊരു അപൂർവമായ നിമിഷമാണ്. അതൊരു സതീർത്ഥ്യനോടുള്ള കടപ്പാടും സ്നേഹവും ഞാനും പ്രകടിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനിയുള്ള വാക്കുകളൊക്കെ ബാക്കിയോട് പറയട്ടെ. ഒരിക്കൽ കൂടെ ഈ ഇരിക്കുന്ന മാന്യമായ സദസ്സിന് മുമ്പിൽ തല കുലിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.